വരെ വിജയിച്ചിട്ടില്ല. CPM കാരനല്ലാതെ ആരും വിജയിച്ച ചരിത്രം പയ്യന്നൂരിനില്ല. ഇപ്പോൾ ഇതാ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മുന്നിട്ട് നിൽക്കുമ്പോൾ വലിയ തോതിൽ വലിയ മുന്നേറ്റം ആണ് ഇപ്പോൾ TK ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതേതാണ്ട് വിജയത്തിലേക്ക് അടുക്കുന്ന മുന്നേറ്റമാണ്. പക്ഷേ തലശ്ശേരിയിൽ കാരായി രാജൻ ഇതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾ നേരിട്ട CPMന്റെ ഒരു നേരിടുന്ന നേതാവാണ് കാരായി രാജൻ. പക്ഷേ കാരായി രാജൻ അവിടെ വിജയിച്ചു കയറിയിട്ടുണ്ട്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ജയിച്ചു. ഗോവിന്ദൻ ജയിച്ചു തളിപ്പറമ്പിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഇത് കണ്ണൂരിൽ നിന്നും നമുക്ക് വന്ന വിവരമാണ്. TK ഗോവിന്ദൻ ജയിച്ചു തളിപ്പറമ്പിൽ. ഒരു കോട്ട കൂടി തകരുന്നു. പയ്യന്നൂരിന് ശേഷം തളിപ്പറമ്പ് എന്ന CPMന്റെ കോട്ട തകരുന്നു. അവിടെ ചുവന്ന സൂര്യൻ അസ്തമിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ. ഇതാ നമ്മൾ സന്ധ്യയോടെടുക്കുമ്പോൾ അവിടെ സൂര്യൻ അസ്തമിക്കുന്നുവെങ്കിൽ ചുവപ്പസ്തമിക്കുന്നു തളിപ്പറമ്പിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. കാലങ്ങളോളം തളിപ്പറമ്പ് ഇടതുകോട്ടയായിരുന്നു. ഒരു കാര്യം ചേർത്ത് വെച്ചോട്ടെ. നിലവിലത്തെ റിസൾട്ട് പ്രകാരമാണെങ്കിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് PK ശ്യാമ ടീച്ചർക്കെതിരെ TK ഗോവിന്ദൻ മുന്നേറിയത്. TK ഗോവിന്ദൻ തളിപ്പറമ്പ് എന്ന മണ്ഡലം പിടിച്ചെടുത്തത് പിണറായി വിജയൻ നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്ന ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് എന്നുകൂടി ചേർക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം കുലംകുത്തികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാക്കൾ ആണ് ഇവർ. പാർട്ടി വിട്ട് പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിച്ച് പിന്നീട് പാർട്ടി വിടുന്നവരെ കുലംകുത്തികൾ എന്നല്ലാതെ പിന്നെന്ത് വിശേഷിപ്പിക്കുമെന്നതാണ് CPMന്റെ നേതാക്കളുടെ ചോദ്യം. പക്ഷേ അത്തരം കുലംകുത്തികളെയാണ് അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടിയുടെ കോട്ടകളിൽ പോലും തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നത് CPMനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നാകും എന്നതിൽ ഒരു തർക്കവുമില്ല. വളരെ പ്രധാനപ്പെട്ട 2 തട്ടകങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. UDFന്റെ പിന്തുണയോടുകൂടി അവിടെ CPMന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ സാധിക്കുന്നു എന്നത് അത് CPMനെ ഏൽപ്പിക്കുന്ന പ്രഹരം അത്രമേൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് വിജയിച്ചു. 19,247 വോട്ടുകൾ. 19,247 വോട്ടുകളാണ് പിണറായി വിജയൻ ധർമ്മടത്ത്. പക്ഷെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അത് ഓർക്കണം. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം ഓർക്കണം. പിണറായി വിജയൻ ഇത്തവണ കഴിഞ്ഞ തവണ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയെങ്കിൽ ഇത്തവണ 19,247ലേക്ക് താഴേക്ക് വീടുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ്. ഇത് ജയമാണോ തോൽവിക്ക് സമാനമായിട്ടുള്ള ജയമാണോ എന്ന പാർട്ടിയും പിണറായി വിജയനും തന്നെ വിലയിരുത്തും. 6 റൗണ്ടുകളിൽ പിന്നിട്ട് നിന്ന പിണറായി വിജയൻ കേരളത്തിന്റെ ക്യാപ്റ്റൻ 7ാമത്തെ റൗണ്ടിലാണ് ലീഡിലേക്ക് എത്തിയത്. പിന്നീട് വോട്ടെണ്ണി തീരുന്നത് വരെ ആ ലീഡ് നിലനിർത്താൻ സാധിച്ചു. അങ്ങനെയാണ് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ ഒരിക്കൽ കൂടി വിജയക്കൊടി പാറിക്കുന്നത്. വലിയ വിമർശനങ്ങൾ, വലിയ എതിർപ്പുകൾ ഈ സർക്കാരിന് നേരെ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ഉയർന്നിരുന്നു. പക്ഷേ ധർമ്മടം എന്ന സ്വന്തം മണ്ഡലം അവിടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. അത് വസ്തുത തന്നെയാണ് എന്ന് പറയുമ്പോഴും കേരളത്തിന്റെ ക്യാപ്റ്റനെ മണ്ഡലം കൈവിട്ടിട്ടില്ല എന്നത് ഈ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ കുറയുന്ന ഭൂരിപക്ഷം വലിയ ചോദ്യമായി കോൺഗ്രസ് ഉയർത്തുക തന്നെ ചെയ്യും. അതുമാത്രവുമല്ല 6 റൗണ്ടുകളിൽ പിന്നോട്ട് പോയി എന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അബ്ദുൾ റഷീദ് എന്ന ചെറുപ്പക്കാരനായ ഒരു നേതാവിനെയായിരുന്നു കോൺഗ്രസ് പരീക്ഷണത്തിന് അയച്ചത്. ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾ മത്സരിക്കാൻ മടിച്ചിരുന്നിടത്താണ് അബ്ദുൾ റഷീദിനെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയും 6 റൗണ്ടുകളിലെങ്കിലും പിണറായി വിജയനെ വിറപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഇതാ പിണറായി വിജയൻ വിജയിച്ചു കയറുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കപ്പൽ ഒന്നാകെ മുങ്ങിത്താണപ്പോഴും ക്യാപ്റ്റൻ മുങ്ങാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. എൽദോ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ CPM കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.